1914 ഒരു ക്രിസ്മസ് രാവ്. ഒന്നാം ലോക മഹായുദ്ധത്താൽ ലോകമെങ്ങും അശാന്തിയും ആശങ്കയും നിറഞ്ഞിരുന്ന ഒരു കാലം. യുദ്ധഭൂമിയിൽ പ്രത്യാശയുടെ വെളിച്ചമേകാനായി ഏതാനും ജർമ്മൻ സൈനികർ ഒത്തൊരുമിച്ച് ഗാനങ്ങൾ ആലപിച്ചു. ബ്രിട്ടീഷ് സൈനികരും അവരോടൊപ്പം ചേർന്നു. ചെറു സമ്മാനങ്ങൾ കൈമാറി സന്തോഷവും സമാധാനവും അവർ തമ്മിൽ പങ്കിട്ടു. വിദ്വേഷം പ്രത്യാശയുടെ മുൻപിൽ കീഴടങ്ങി. പകയും പദവികളും എല്ലാം മറന്ന് മനുഷ്യൻ യഥാർത്ഥ മനുഷ്യനായ നിമിഷം. അതെ, ഇത് തന്നെയാണ് ദൈവം നമ്മിലേക്ക് അയക്കുന്ന സമാധാനം എന്ന ദിവ്യ സമ്മാനം. ഗ്ലോറിയ എന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം മഹത്വം എന്നാണ്. ക്രിസ്തീയ ദൈവശാസ്ത്രം അനുസരിച്ച് മനുഷ്യൻ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടതിനാൽ ദൈവമഹത്വത്തിൽ അപൂർണമായിട്ടാണെങ്കിലും പങ്കെടുക്കുവാനും പങ്കുചേരുവാനും സാധിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ആയതിനാൽ മഹത്വം എന്നത് ദൈവകൃപയിൽ ഉളവായ ഒരു വരദാനമാണ്. അത് കേവലം ഒരു ആശയമല്ല, മറിച്ച് ദൈവകൃപയുടെ സ്പർശം മനുഷ്യജീവിതത്തിൽ വെളിവാകുന്ന ഒരു അവസ്ഥയാണ്. ദൈവത്തിന്റെ സ്വഭാവം നാം ജീവിതത്തിൽ നടപ്പാക്കുന്നതിലൂടെയാണ് മഹത്വം എന്നത് നാം കൈവരിക്കുന്നത്. ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ജനിച്ചതിലൂടെയാണല്ലോ ദൈവത്തിന്റെ സ്നേഹം വെളിവായത്. സമാധാനം, സ്നേഹം, സന്തോഷം, വിശ്വസ്തത, ദീർഘക്ഷമ, സത്യസന്ധത എന്നീ സൽഗുണങ്ങൾ പ്രാവർത്തികമാക്കുന്നതിലൂടെയാണ് മഹത്വം എന്ന ദൈവിക ചൈതന്യം നമ്മിൽ ഉണ്ടാകുന്നത്. പ്രതിസന്ധികളിൽ തളരാതെ സമാധാനം ഇറങ്ങി വന്നതുപോലെ ദൈവത്തിന്റെ സമാധാനം നമ്മളുടെ ഹൃദയങ്ങളിലും ഇറങ്ങി വരുമാറാകട്ടെ. ഇത് തന്നെയാണല്ലോ മാലാഖമാർ പാടിയതും. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം.